പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഹോർമുസ് പ്രതിസന്ധി നിലനിൽക്കെ തന്നെ സൗദി അറേബ്യയിൽ പറന്നിറങ്ങി ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അദ്ദേഹത്തിന്റെ വരവിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വർഷങ്ങളായി തന്നെ അദ്ദേഹം ആകട്ടെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാടധികം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല എന്നതും ഇവിടെ നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല, ഇന്ത്യയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോലും തള്ളിവിടാൻ അദ്ദേഹം ഇന്നും അവിടെ സമ്മതിക്കാതെ തന്നെ ഇന്ത്യയെ അത്രയധികം അത്യുന്നതങ്ങളിൽ ഉയർത്തിയാണ് അദ്ദേഹം പലയിടത്തും അദ്ദേഹം ഇന്ത്യ എന്ന അല്ലെങ്കിൽ ഭാരതത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഇതെല്ലാം തെളിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് സൗദിയിലേക്ക് എത്തിയത് ഊർജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായി തന്നെ കൂടിക്കാഴ്ച നടത്താനാണ് എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപാദന വിതരണ പങ്കാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയായി മാറുന്നു. അതോടൊപ്പം ഊർജ്ജ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു ചർച്ചയ്ക്കായി തന്നെ ഇരു നേതാക്കളും അവിടെ കൂടിക്കാഴ്ച നടത്തിയതെന്നതാണ് സൗദി മാധ്യമമായ സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിയാദിൽ നടന്ന ചർച്ചയിൽ സഹമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിതല കൗൺസിലർ അംഗവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മസൂദ് ഐബാനും ഈ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹവും സംബന്ധിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഊർജ്ജ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളിൽ ധാരണയിൽ എത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് സൗദിയിലെ ഉന്നത നേതൃത്വവുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതായും വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ റിയാദിലെത്തിയ അജിത് ഡോവൽ സൗദിയിലെ പ്രമുഖരുമായി തന്നെ സുപ്രധാന വിഷയങ്ങളിൽ ഏറെ സമയം ചർച്ചകൾ നടത്തിയതായും വ്യക്തമാക്കുന്നു. സൗദി ഊർജ്ജ മന്ത്രി രാജകുമാരൻ അബ്ദുൾ അസീസ് ബിൻ സൽമാനുമായി തന്നെ ഊർജ്ജ മേഖലയിലെ സഹകരണത്തെക്കുറിച്ച് കൂടുതലായി തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രി രാജകുമാരൻ ഫൈസൽ ബിൻ ഫർഹാനുമായി ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. സൗദി NSA സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ മുസായിദ് അൽ ഐബാനുമായി തന്നെ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ വിലയിരുത്തുകയും റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് അതായത് ഇത്തരത്തിൽ സന്ദർശന വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടതായും വ്യക്തമാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ ഖാനും സൗദി രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ സായിദ് അൽ സാദും ഈ രണ്ടുപേർ ചേർന്നാണ് ഡോവലിനെ അവിടേക്ക് സ്വീകരിച്ചത്. ആഗോളതലത്തിൽ ഇന്ത്യ നടത്തുന്ന സജീവമായ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു സന്ദർശനം എന്നതും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിന് തൊട്ടു മുൻപ് ഏപ്രിൽ 17 അജിത് ഡോവൽ യുക്രൈൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി റുസ്തം ഇമോറുമായി തന്നെ ചർച്ച നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായ ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കപ്പെടണമെന്ന് ഇന്ത്യയുടെ നിലപാട് ആ ചർച്ചയിലും ഇവിടെ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മേഖലയിലെ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. തുടർന്ന് സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി തന്നെ അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുകയും ഹോർമുസ് പ്രതിസന്ധിക്കിടെ തന്നെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ കഴിഞ്ഞ ദിവസം UAE സന്ദർശിച്ചതും ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിലും ഇന്ത്യയുടെ മുഖ്യ ഊർജ്ജ പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും തടസ്സമില്ലാത്ത തന്നെ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യമെന്നതാണ് ഇതിലൂടെ തന്നെ, അതായത് ഡോവലിന്റെ ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നതാണ് ഇവിടെ പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.